1906 ജനുവരി 31 ആ പ്രഭാതം ടുമാക്കോ എന്ന കൊച്ചു ദ്വീപ് നിവാസികൾക്ക് ഒരു സാധാരണ ദിനമായിരുന്നില്ല. കൊളംബിയയുടെയും ഇക്വഡോറിന്റെയും അതിർത്തിയിലുള്ള ആ ദ്വീപിൽ അന്നേ ദിവസം പ്രകൃതിയുടെ വലിയൊരു രൗദ്രഭാവമാണ് അരങ്ങേറിയത്. അന്ന് രാവിലെയാണ് കൊളംബിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂചലനങ്ങളിൽ ഒന്നുണ്ടായത്. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂചലനം ദ്വീപിനെ വിറപ്പിച്ചു. ഭൂമി കുലുങ്ങിയതിന് പിന്നാലെ ഭയാനകമായ നിശബ്ദത. തൊട്ടു പിന്നാലെ ആർക്കും മറക്കുവാൻ കഴിയാത്ത ആ കാഴ്ച കണ്ടു. ദ്വീപിന്റെ തീരത്ത് നിന്ന് കടൽ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് അപ്രത്യക്ഷമായി. സമുദ്രജലം അങ്ങു ദൂരെ വലിയൊരു മതിലുപോലെ ഉയർന്നു വരുന്നു. ശാസ്ത്രം പറയുന്ന സുനാമിയുടെ വരവ് ദ്വീപ് നിവാസികൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും ആ വലിയ തിരമാലകൾ ദ്വീപിനെ വിഴുങ്ങുവാൻ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ ആ വലിയ ജലമതിൽ ദ്വീപിനെ ലക്ഷ്യമാക്കി കുതിച്ചു. മരണത്തിന്റെ ഭയാനകമായ നിഴൽ ദ്വീപിന്റെ മുകളിൽ പരന്നു കഴിഞ്ഞിരുന്നു. ഭയന്നു വിറച്ച ജനങ്ങൾ അലമുറയിട്ടുകൊണ്ട് ഓടിയത് തങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായ പള്ളിയിലേക്കായിരുന്നു. അവിടെ അഗസ്റ്റീനിയൻ റിക്കലട്ട് സഭയിലെ വൈദികരായ ഫാദർ ജെറാഡോ ലാറോണ്ടയും ഫാദർ ജൂലിയൻ മൊറോനോയും ഉണ്ടായിരുന്നു. അവർ ജനങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വലിയ സന്ദേശം നൽകി. ഫാദർ ജെറാൾഡോ തിടുക്കത്തിൽ തന്റെ കൈകളിലേക്ക് ദിവ്യകാരുണ്യമെടുത്തു. ആ നിമിഷം മരണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു. വൈദികൻ തന്റെ കൈകളിലെ ദിവ്യകാരുണ്യവുമായി തീരത്തേക്ക് നടന്നു. അദ്ദേഹത്തിന് പിന്നാലെ ഭയന്ന ജനങ്ങളും. കടലിന്റെ രൗദ്രത കണ്ടപ്പോൾ പലരും തകർന്നുപോയി. ഭീമാകാരമായ തിരമാലകൾ അലറിക്കൊണ്ട് കരയിലേക്ക് പാഞ്ഞു വരുന്നു. ഫാദർ ജെറാഡോ തന്റെ മുന്നിൽ കാണുന്ന ആ ജലമതിലിന് നേരെ ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചു. വിശ്വാസത്തിന്റെ വലിയൊരു ശക്തിയോടെ അദ്ദേഹം വായുവിൽ കുരിശിന്റെ അടയാളം വരച്ചു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം നിന്നു. അവിശ്വസനീയമായ ഒരു കാര്യമാണ് പിന്നീട് നടന്നത്. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത്. മരണത്തിന്റെ ഭയാനകമായ ആ ജലമതിൽ കുരിശിന്റെ അടയാളം കണ്ട നിമിഷം നിശ്ചലമായി. ഉയർന്നു വന്ന തിരമാലകൾ പെട്ടെന്ന് തന്നെ ശാന്തമായി. അത് അപ്രത്യക്ഷമായി. ആ വലിയ തിരമാല പിന്നീട് ചെറിയ ഓളമായി തീരത്തേക്ക് വന്ന് ജനങ്ങളുടെ അരക്കെട്ട് വരെ മാത്രം നനച്ച് മടങ്ങി. ഫാദർ ജെറാഡോയുടെയും ഫാദർ ജൂലിയന്റെയും മുട്ടിന് താഴെ വരെ മാത്രം വെള്ളമുയർന്നുള്ളൂ. ദ്വീപ് പൂർണ്ണമായും സുരക്ഷിതമായിരുന്നു. ആ നിമിഷം ഫാദർ ജൂലിയൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അത്ഭുതം! ഒരു ദ്വീപ് മുഴുവൻ പ്രാർത്ഥനയുടെ ആനന്ദത്തിൽ നിറഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ട അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് തിരികെ പള്ളിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രദക്ഷിണം നടത്തി. ഈ സംഭവം ടുമാക്കോയിലെ ജനങ്ങളുടെ വിശ്വാസത്തെ ആഴത്തിൽ സ്പർശിച്ചു. 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൊളംബിയ സന്ദർശിച്ചപ്പോൾ ഈ അത്ഭുതത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിരുന്നു. പിൽക്കാലത്ത് യുവവിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്ന കാർലോ അക്യൂട്ടിസ് തന്റെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വെബ്സൈറ്റിൽ ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടുമാക്കോ ഇന്നൊരു സാധാരണ ദ്വീപ് മാത്രമല്ല, ദൈവത്തിന്റെ സ്പർശനമേറ്റ മണ്ണാണ് എന്നാണ് അവിടെയുള്ള വിശ്വാസികൾ പറയുന്നത്. ഓരോ വർഷവും ജനുവരി 31 ടുമാക്കോയിലെ ജനങ്ങൾ ഈ അത്ഭുതം ആഘോഷിക്കുന്നു. പ്രകൃതിയുടെ രൗദ്രതയ്ക്ക് മുന്നിൽ ദൈവത്തിലുള്ള വിശ്വാസം ഒരു വലിയ കോട്ടയായി മാറുമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നും ആ തിരമാലകളുടെ ഇരമ്പൽ കേൾക്കുമ്പോൾ ടുമാക്കോ നിവാസികൾ ഓർക്കുന്നത് ആ വലിയ വിശ്വാസത്തിന്റെ ദിവസമാണ്. ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറം ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കുന്നവർക്ക് പ്രകൃതി പോലും വഴങ്ങിക്കൊടുക്കുമെന്ന വലിയൊരു സാക്ഷ്യമാണ് തിരമാലയുടെ അത്ഭുതം. കടൽ പോലും തടയപ്പെട്ട ആ നിമിഷം ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ജീവൻ തിരിച്ചുപിടിച്ച ഒരു ജനതയുടെ കഥ ഇന്നും വിശ്വാസികൾക്ക് വലിയൊരു പ്രചോദനമാണ്. മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിന്റെ കരങ്ങൾ എങ്ങനെയാണ് സംരക്ഷണമായി വരുന്നതെന്ന് ടുമാക്കോയിലെ ആ കടൽ തീരം ലോകത്തോട് വിളിച്ചു പറയുന്നു. ആ വലിയ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിൽ ടുമാക്കോ ഇന്നും സമാധാനമായി ജീവിക്കുന്നു.